നമസ്കാരം. മരണത്തിനപ്പുറം ജീവിതമുണ്ടോ എന്ന ചോദ്യം പലപ്പോഴും നമ്മുടെ കവികൾ മാത്രമല്ല സാധാരണക്കാരായ മനുഷ്യരും ഉയർത്തിയിട്ടുള്ളതാണ്. മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും താല്പര്യമുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് ആധികാരികമായി ഇനിയും ഒരു കാര്യങ്ങളും ശാസ്ത്രം ഇത്രയധികം വളർന്നിട്ട് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ മരണത്തിൻ്റെ വക്കോളം എത്തിയതിന് ശേഷം അല്ലെങ്കിൽ മരിച്ചു എന്ന് കരുതിയതിന് ശേഷം വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ പലരും തങ്ങൾക്കുണ്ടായ വിചിത്രമായ അനുഭവങ്ങളെക്കുറിച്ച് പലപ്പോഴും പറയാറുണ്ട്. അത് വാർത്തകളിൽ നിറയാറുമുണ്ട്. ഇതിനെല്ലാം തന്നെ ഏതാണ്ട് ഒരേ സ്വഭാവമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് യാഥാർത്ഥ്യമാകണം എന്നില്ല എന്നാണ് പല ഗവേഷകരും ഇപ്പോഴും വ്യക്തമാക്കുന്നത്. വലിയൊരു പ്രകാശവർഷത്തിലേക്ക് തങ്ങൾ കടക്കുന്നുവെന്നും ആ പ്രകാശം തങ്ങളെ മുന്നോട്ട് നയിക്കുന്നുവെന്നും വലിയൊരു ഇടനാഴിലൂടെ കടന്നുപോയി എന്നൊക്കെയാണ് പലരും പറയാറുള്ളത്. ഇതൊരു പക്ഷേ നേരത്തെ പറഞ്ഞു കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പലർക്കും ഇത്തരത്തിലുള്ള ഹലൂസിനേഷൻസ് ഉണ്ടാവുന്നതാണോ അല്ലെങ്കിൽ മിഥ്യാധാരണ ഉണ്ടാവുന്നതാണോ എന്ന് പോലും പലരും സംശയം പ്രകടിപ്പിക്കാറുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് നിരന്തരമായി ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരാൾ തൻ്റെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തിയതാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നത്. ഇയാളുടെ പേരോ മറ്റ് വിശദാംശങ്ങളൊന്നും തന്നെ ഇനിയും പുറത്തു വിട്ടിട്ടില്ല. സമൂഹ മാധ്യമങ്ങളിൽ ഇയാൾ വന്ന് ഇയാളുടെ ജീവിത അനുഭവങ്ങൾ പറയുകയാണ്. 2003 അന്ന് 15 വയസ്സുള്ളപ്പോൾ ഇയാൾക്ക് ഇത്തരത്തിലുള്ള ഒരു മരണം സംഭവിച്ചത് എന്നാണ് ഈ വ്യക്തി അവകാശപ്പെടുന്നത്. 15കാരൻ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് റോഡിലേക്ക് കുഴഞ്ഞു വീഴുകയായിരുന്നു. നാട്ടുകാർ ഉടൻ തന്നെ ആരോഗ്യ പ്രവർത്തകരെ വിവരം അറിയിക്കുന്നു. അവർ രംഗത്തെത്തി ഇയാളെ ഒരു ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷേ ഇയാൾ ആംബുലൻസിലേക്ക് കയറ്റുന്ന നേരത്താണ് ആരോഗ്യ പ്രവർത്തകർ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഇയാൾക്ക് ശ്വാസമില്ലായിരുന്നു, ഇയാളെ ഹൃദയമിടിപ്പ് ഇല്ലായിരുന്നു എന്ന കാര്യം. തുടർന്ന് അവർ ആംബുലൻസിനുള്ളിൽ വെച്ച് തന്നെ ഇയാൾക്ക് പ്രാഥമിക ശുശ്രൂഷകളും മറ്റുമൊക്കെ നൽകുകയും അങ്ങനെ ഇയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു എന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത്. ഏതാണ്ട് 6 മിനിറ്റോളം സമയം ഇയാൾ മരിച്ചതിന് തുല്യം അല്ലെങ്കിൽ മരിച്ചിരുന്നു എന്നാണ് ഇദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അന്ന് തനിക്കുണ്ടായ അനുഭവങ്ങളാണ് ഇയാൾ വിവരിക്കുന്നത്. പെട്ടെന്ന് തന്നെ താൻ വല്ലാത്തൊരു പ്രകാശത്തിനൊപ്പം സഞ്ചരിക്കുന്നതായിട്ടാണ് തോന്നിയത്. മുകളിലേക്ക് താൻ പോവുകയായിരുന്നു എന്നാണ് ഇയാൾ പറയുന്നത്. അങ്ങനെ പല കവാടങ്ങൾ കടന്ന് താൻ അതിമനോഹരമായ വിസ്തൃതികളില്ലാത്ത ഒരു മനോഹരമായ സ്ഥലത്ത് എത്തിച്ചേർന്നു എന്നാണ്. അവിടെ വിചിത്ര രൂപികളായ നിരവധി പേരെ കണ്ടിരുന്നു. ക്രിസ്തുമത വിശ്വാസിയായിരുന്ന താൻ അവരൊക്കെ ബൈബിൾ പറയുന്ന മാലാഖമാരാണ് എന്നാണ് കരുതിയത് എന്നാണ് ഇയാൾ പറയുന്നത്. അങ്ങനെ ആ ഒരു അത്ഭുത ലോകത്ത് അല്പസമയം ഇയാൾ ചെലവഴിച്ചു. അവിടെ കണ്ടുമുട്ടിയ ഈ വിചിത്ര രൂപങ്ങളുള്ള ജീവികൾ തങ്ങളെ കണ്ട കാര്യം ഭൂമിയിൽ പോയാൽ ആരോടും പറയരുത് എന്ന് പറഞ്ഞു എന്നും ഇയാൾ പറയുന്നുണ്ട്. അങ്ങനെ വളരെ കുറച്ച് സമയം മാത്രം ആത്മീയമായ അതീന്ദ്രിയമായ ഒരു അനുഭൂതി തനിക്കുണ്ടായി എന്നാണ് ഇയാളിപ്പോൾ വിശദമാക്കുന്നത്. ഏതായാലും 6 മിനിറ്റ് നേരത്തെ ചികിത്സയ്ക്ക് ശേഷം ഇയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. പിന്നീട് ആഴ്ചകളോളം ഇയാൾ കാണുന്നവരോടെല്ലാം തൻ്റെ ഈ അനുഭവം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അവർ പലരും ഇയാളെ പുച്ഛിച്ച് തള്ളുകയായിരുന്നു എന്നാണ്. ഹൃദയത്തിന് മാത്രമല്ല ഇയാളുടെ മാനസിക നിലയ്ക്ക് തകരാറ് സംഭവിച്ചു എന്ന് പറഞ്ഞ് അവർ പലരും കളിയാക്കിയിരുന്നതായും ഇയാൾ പറയുന്നുണ്ട്. ഏതായാലും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ തൻ്റെ ഈ ഒരു വിചിത്രാനുഭവം വെളിപ്പെടുത്തിയത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വൈറലായി മാറിയിരിക്കുകയാണ്. ഇയാളുടെ ഈ അനുഭവം കണ്ട മറ്റൊരു സ്ത്രീ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് 43-ാമത്തെ വയസ്സിൽ തനിക്കും പക്ഷാഘാതം ഉണ്ടായതിനെ തുടർന്ന് മരണത്തിന് തുല്യമായൊരു അനുഭവം ഉണ്ടായി എന്നും ഈ മനുഷ്യൻ വിശേഷിച്ചതുപോലെ താനും മറ്റൊരു ലോകത്തെത്തിയെന്നും അതീന്ദ്രിയമായ ഒരു ലോകത്ത് താനിങ്ങനെ ഒഴുകി നടക്കുകയായിരുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. മാത്രമല്ല തൻ്റെ മൃതദേഹത്തിനടുത്തിരുന്ന് ഭർത്താവ് കരയുന്നത് പോലും താൻ മറ്റേതോ ലോകത്തിരുന്ന് കണ്ടുവെന്നും പെട്ടെന്ന് തന്നെ താൻ വീണ്ടും ശരീരത്തിലേക്ക് തിരിച്ചു കയറി എന്നുമൊക്കെയാണ് ഇവർ പറയുന്നത്. എന്നാൽ ശാസ്ത്രജ്ഞന്മാരും മറ്റ് മനഃശാസ്ത്രജ്ഞന്മാരും ഒക്കെ തന്നെ ഇതൊരു കൃത്യമായ കാര്യമാണ് എന്ന് കരുതുന്നില്ല. പലപ്പോഴും നമ്മൾ നേരത്തെ തന്നെ കേട്ടറിഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ അബോധാവസ്ഥയിൽ കഴിഞ്ഞ ആ സമയമായിരിക്കുമോ അതല്ലെങ്കിൽ ഹൃദയമിടിപ്പ് പെട്ടെന്ന് നിലച്ച സമയത്തായിരിക്കുമോ ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ മനസ്സിൽ കടന്നുകൂടിയതെന്ന് അവയെല്ലാം കൂടി ആകെ ചേർന്നായിരിക്കാം ഇവരെല്ലാം ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തുന്നത് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ നമുക്കറിയാൻ പാടില്ലാത്ത എന്തൊക്കെയോ ഇപ്പോഴും അവിടെ അവശേഷിക്കുന്നുണ്ട്. എന്താണ് മരണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി നിർവചിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വിശദമാക്കാൻ മരിച്ചാൽ മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ആർക്കും ഇനിയും അത് പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലുമാണ്. ഏതായാലും ഇത്തരം സംഭവങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കഥകൾ സമൂഹ മാധ്യമങ്ങളിൽ എപ്പോഴെത്തിയാലും അവ വൈറലാകാറുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. ഇത് വ്യക്തമാക്കുന്നത് മനുഷ്യനെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ അവൻ്റെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അറിയാനും അതിയായ താല്പര്യമുണ്ട് എന്ന് തന്നെയാണ്.